അങ്ങനെയാണ് സൈനബും സയ്യിദും റളിയല്ലാഹു അൻഹുമാ തമ്മിൽ വിവാഹിതരാകുന്നത്. ആ വിവാഹം നടന്ന് കുറെ കാലം കഴിഞ്ഞതിന് ശേഷം മുഹമ്മദ് നബി അവരുടെ വീട്ടിലേക്ക് പോയപ്പോ അവരുടെ തുണി പൊങ്ങിയത് കാണുകയും അങ്ങനെ അവരുടെ സൗന്ദര്യത്തെ കണ്ട് സൗന്ദര്യത്തിൽ ആകൃഷ്ടനായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദിനോട് വിവാഹമോചനം ചെയ്യാൻ പറയുകയും അങ്ങനെ ആ വിവാഹമോചനം ചെയ്തതിന് ശേഷം മുഹമ്മദ് നബി സ്വീകരിക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, തുടർന്നും എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. പ്രവാചകനെ ഒരു സ്ത്രീ ലംബടനായി ചിത്രീകരിക്കുന്നതിന് വേണ്ടി മുസ്ലിം മതവിശ്വാസികൾ അല്ലാത്തവരും നിരീശ്വരവാദികളും നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. അതിനിടയിലാണ് സോഷ്യൽ മീഡിയയിൽ ഒരു തന്തയില്ലാത്ത തലയില്ലാത്തവന്റെ റീൽസ് കാണാനിടയായത്. അരിശമൂട്ടില പൂട്ടൻ എന്ന ആ ഒരു ചെറ്റയുടെ റീൽസിൽ എം അക്ബറിനെ കൊണ്ട് പ്രവാചകനെ ഒരു സ്ത്രീലമ്പടനായി പറഞ്ഞു വെക്കുന്നത് കാണാം. എം അക്ബർ ഇരിട്ടിയിൽ നടത്തിയ സ്നേഹ സംവാദം എന്ന പരിപാടിയിൽ നിന്ന് വെട്ടിയെടുത്ത് വികൃതമാക്കിയ ഒരു വീഡിയോ ആണ് അത്. അങ്ങനെയാണ് സൈനബും സയ്യിദും റളിയല്ലാഹു അൻഹുമാ തമ്മിൽ വിവാഹിതരാകുന്നത്. ആ വിവാഹം നടന്ന് കുറെ കാലം കഴിഞ്ഞതിന് ശേഷം മുഹമ്മദ് നബി അവരുടെ വീട്ടിലേക്ക് പോയപ്പോ അവരുടെ തുണി പൊങ്ങിയത് കാണുകയും അങ്ങനെ അവരുടെ സൗന്ദര്യത്തെ കണ്ട് സൗന്ദര്യത്തിൽ ആകൃഷ്ടനായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദിനോട് വിവാഹമോചനം ചെയ്യാൻ പറയുകയും അങ്ങനെ ആ വിവാഹമോചനം ചെയ്തതിന് ശേഷം മുഹമ്മദ് നബി സ്വീകരിക്കും. മാനവികതയ്ക്ക് നബിയാണ് മാതൃക എന്നതാണ് വിഷയം. ഈ വിഷയത്തെ അധികരിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങളും അതിനുള്ള മറുപടിയുമാണ് വേദിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലൊരു ചോദ്യകർത്താവിന്റെ ചോദ്യം മുഹമ്മദ് നബി തന്റെ വളർത്തുപുത്രനായ സയ്യിദിന്റെ ഭാര്യയായ സൈനബിന് വിവാഹം കഴിച്ചതിനെ കുറിച്ചാണ്. അക്ബർ സാഹിബ് ചോദ്യകർത്താവിനോട് ആ ചോദ്യം വിശദീകരിച്ചുകൊണ്ട് ഈ ദുരാരോപണം പ്രവാചകന്റെ കാലത്ത് തന്നെ ശത്രുക്കൾ പറഞ്ഞു വരുത്തിയിരുന്നുവെന്ന് പറഞ്ഞ് ആ ദുരാരോപണം എപ്രകാരമായിരുന്നുവെന്ന് വിശദീകരിക്കുന്നത് മാത്രമാണ്, അഥവാ ആ ആരോപണം മാത്രം വെട്ടിയെടുത്ത് ദുരുദ്ദേശത്തോടെ റീൽസ് ആക്കി പോസ്റ്റ് ചെയ്യുകയാണ് ഈ വ്യക്തി ചെയ്തത്. ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് അത്രയും മതി, അതിന്റെ ശരിതെറ്റുകൾ അറിയേണ്ടതേ ഇല്ല അവർക്കില്ല. അൺനോൺ പ്രൊഫൈലിന്റെ ഉടമയായ അരശമൂട്ടില പൂട്ടൻ എന്ന വ്യാജന്റെയും ആവശ്യം അത്രയേ ഉള്ളൂ. അപരമത വിദ്വേഷം വളർത്താനും വെറുപ്പുണ്ടാക്കാനും ഇതിനേക്കാൾ നല്ല മാർഗം വേറെയില്ല. എം അക്ബറിനെ പോലെയുള്ള ഒരാൾ പ്രവാചകനെ കുറിച്ച് ഇത്രയും മോശമായി പ്രസംഗിച്ചാൽ അത് സത്യമാണെന്ന് മനസ്സിലാക്കി ഏതൊരു മനുഷ്യരും പ്രവാചകനെയും ഇസ്ലാമിനെയും വെറുക്കും. ആ നിലക്കാണ് വീഡിയോ വെട്ടിയെടുത്ത് കൃത്യമായി പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഏതൊരു മതത്തെയും വിമർശിക്കാനും അതിലെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനും ആർക്കും അവകാശമുണ്ട്, അതുപോലെ തന്നെ മതം ഉപേക്ഷിച്ച് ജീവിക്കാനും. എന്നാൽ ഏതെങ്കിലും ഒരു മതത്തോടുള്ള വെറുപ്പ് കൊണ്ടോ വിദ്വേഷം കൊണ്ടോ ആ മതത്തിന്റെ മേലിൽ ഇല്ലാത്തത് കെട്ടിവെച്ച് വിഷം തുപ്പാൻ ശ്രമിക്കരുത്. അതൊരിക്കലും യുക്തിയുടെ ഭാഗമാവുകയില്ല, അത് മതവിദ്വേഷത്തിൻ്റെത് മാത്രമായി. ഈ വീഡിയോയുടെ അടിയിൽ വന്നിട്ടുള്ള കമന്റുകൾ അത്രയും മോശമാണ്. 90% കമന്റുകൾ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഹിന്ദു മതവിശ്വാസികളുടെ പേരുള്ളവരാണ്. അപൂർവം ചിലർ മാത്രമാണ് മുസ്ലിം നാമധാരികൾ. അവർ 100% ദൈവനിഷേധികളായിരിക്കും, അല്ലെങ്കിൽ മതത്തിൽ നിന്ന് പുറത്തുപോയവരായിരിക്കും. ഇസ്ലാം മതം വിട്ടുപോകുമ്പോൾ അവർക്ക് തെറി പറയാൻ ഏറ്റവും നല്ലത് അവർ വിശ്വസിച്ച മുസ്ലിം മതം തന്നെയാണ്. അത്രയ്ക്ക് റീച്ച് കിട്ടില്ല മറ്റ് ഏതൊരു മതത്തെ അവർ കുറ്റം പറഞ്ഞാലും. ഇനി ഹിന്ദുമതത്തിലെ മുസ്ലിം വിരോധികൾ അവർ ഒരിക്കലും സാധാരണ ഹിന്ദുമത വിശ്വാസികളായിരിക്കുകയില്ല. അവർ ഹിന്ദു തീവ്രവാദികളോ ഹിന്ദു ഭീകരരോ ആയിരിക്കും. ഇനി ഹിന്ദുമതത്തിലെ നിരീശ്വരവാദികളാണെങ്കിലോ അവർക്കും തെറി പറയാനും മുസ്ലിം മതം തന്നെയാണ് നല്ലത്, എങ്കിലേ നാലാൾ കേൾക്കൂ. ഇവർ പ്രവാചകനെ എല്ലാ കഥകൾ പറഞ്ഞ് സ്ത്രീലമ്പടനാക്കാൻ നോക്കുന്ന നേരം പുരാണങ്ങളൊക്കെ എടുത്ത് ഒന്ന് വായിക്കുന്നത് നല്ലതാണ്. എന്നിട്ട് ഉപയോഗിക്കണം ഇതുപോലെയുള്ള പദപ്രയോഗങ്ങൾ. അന്നറിയും അങ്ങനെ ഒരു മതത്തെ അവഹേളിക്കുന്നതിന്റെ തിക്തഫലം എന്താണെന്ന്. ഇവിടെ ഇല്ലാ കഥകൾ പറഞ്ഞ് പ്രവാചകനെ കരിവാരിത്തേക്കാൻ ശ്രമിക്കുന്ന തീവ്ര ഹിന്ദു നികൃഷ്ടജീവികൾ ഗൗതമ മഹർഷിയുടെ ഭാര്യയായ അഹല്യയിൽ ദേവേന്ദ്രന് മോഹമുണ്ടായതും ദേവേന്ദ്രൻ വേഷം മാറി വന്ന അഹല്യയെ പ്രാപിച്ചതും വായിച്ചിട്ടുണ്ടോ? ആവോ. വാൽമീകി രാമായണത്തിലെ 48-ാം സർഗത്തിൽ അഹല്യക്ക് ഇന്ദ്രനെ തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നെന്നും എന്നിട്ടും വഴങ്ങിക്കൊടുത്തു എന്നും പറയുന്നുണ്ട്. ഈ കഥയെ വളരെ മോശമായി ചിത്രീകരിക്കാനും ഹിന്ദു സഹോദരങ്ങളുടെ മനസ്സിൽ മുറിവുണ്ടാക്കാനും കഴിയും.
പക്ഷേ അതുകൊണ്ട് നേട്ടം? എല്ലാ മതങ്ങളെയും അതിന്റെ അനുയായികളുടെ വിശ്വാസത്തെയും മാനിക്കുക, അതാണ് നല്ല മനസ്സിനുടമകൾ ചെയ്യേണ്ടത്. ഇവിടെ അക്ബർ സാഹിബിന്റെ പ്രസംഗം എന്താണെന്നും എവിടെ നിന്നാണ് അത് മുറിച്ചു മാറ്റി വികൃതമാക്കിയതെന്നും നമുക്ക് നോക്കാം. അക്ബർ സാഹിബ് വളരെ വ്യക്തമായി തന്നെ കാര്യകാരണ സഹിതം വിശദീകരിക്കുന്നുണ്ട് ഈ വിഷയത്തെക്കുറിച്ച്. എന്നിട്ടും പ്രവാചകനെ നിന്ദിക്കാൻ ശ്രമിച്ചവർ തന്തയില്ലാത്തവനാണെന്നേ പറയാനാവും. നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വൈവാഹിക കാര്യത്തിലുള്ള ഒരു ശ്രദ്ധയാണ് അക്ബർ സാഹിബിനോട് എനിക്ക് ചോദിക്കാനുള്ളത്. മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ സൈനബ ആദ്യം മുഹമ്മദ് നബിയുടെ അടിമ വിവാഹം ചെയ്തു. വിവാഹം ചെയ്തതിനു ശേഷം കിടപ്പറയിലേക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു ചെല്ലുകയും വിവസ്ത്രമായ രീതിയിൽ സൈനബയെയും അടിമയും കാണുകയും അതിനുശേഷം സൈനബയുടെ വിവാഹ ബന്ധം അടിമയെ കൊണ്ട് വേർപെടുത്തുകയും അതിനുശേഷം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതീവ സുന്ദരിയായ സൈനബയെ വിവാഹം ചെയ്തുമെന്നുള്ള ഒരു കിംവദന്തി, ഒരു സംസാരം ഈ ഇരിട്ടി മേഖലയുടെ പരിസര പ്രദേശങ്ങളിൽ നടക്കുകയും അതിനെ സുന്നി സംഘടനകൾ പോലെ പല സംഘടനകളും വിശദീകരണവും മറുപടിയുമായി രംഗത്ത് വരികയും ചെയ്തുകൊണ്ടിരിക്കുന്നു. കാര്യങ്ങൾ കുറെ ഗ്രഹിക്കുകയും വളരെ നല്ല മനസ്സിലാക്കിക്കൊണ്ട് സമൂഹത്തിൻ്റെ തെറ്റായ ധാരണകളെ മാറ്റി ചിന്തിപ്പിക്കുന്ന നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ ഡയറക്ടർ എന്ന നിലയിൽ അക്ബർ സാഹിബ് ഇതിനെ സംബന്ധിച്ച് ഒരു വിശദീകരണം തരണമെന്ന് അപേക്ഷിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൈനബുമായുള്ള വിവാഹം, അതിനെക്കുറിച്ചുള്ള വിശദീകരണമാണ് ചോദിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഈ ഒരു പരിപാടിക്ക് തന്നെ നിമിത്തമായത് അത്തരം ഒരു വിമർശനമാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൈനബിനെ വിവാഹം ചെയ്തത്, സൈനബ് ബിൻത് ജഹ്ഷിനെ റളിയല്ലാഹു അൻഹ വിവാഹം ചെയ്തത് വിമർശനം ഇന്നും ഇന്നലെ ഉള്ളതല്ല. അത് പ്രവാചകന്റെ കാലത്ത് തന്നെ ഉള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം ചെയ്തതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സത്യം എന്താണ്? ഇവിടെ പറഞ്ഞതുപോലെയാണോ? ആ പറഞ്ഞതിന്റെ യുക്തി മാത്രം ആദ്യം ഒന്ന് പരിശോധിക്കാം നമുക്ക്. പ്രവാചകന്റെ അമ്മായിയുടെ മകളാണ് സൈനബ് ബിൻത് ജഹ്ഷ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദത്തുപുത്രനായി അറിയപ്പെട്ടിരുന്ന പ്രവാചകന്റെ ഭൃത്യനാണ് സയ്യിദ് ഇബ്നു ഹാരിസ. സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു അദ്ദേഹം സൈനബ് ബിൻത് ജഹ്ഷിനെ വിവാഹം ആലോചിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പ്രവാചകൻ വിവാഹം ആലോചിക്കുകയും സൈനബിനെ ഇഷ്ടപ്പെടാതിരുന്നിട്ട് പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൈനബിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് വിവാഹത്തിന് സമ്മതിക്കുകയും എല്ലാം ചെയ്തത് ഇതിന് നിമിത്തമായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ്. അങ്ങനെയാണ് സൈനബും സയ്യിദും റളിയല്ലാഹു അൻഹുമ തമ്മിൽ വിവാഹിതരാകുന്നത്. ആ വിവാഹം നടന്ന് കുറെ കാലം കഴിഞ്ഞതിന് ശേഷം മുഹമ്മദ് നബി അവരുടെ വീട്ടിലേക്ക് പോയപ്പോ അവരുടെ തുണി പൊങ്ങിയത് കാണുകയും അങ്ങനെ അവരുടെ സൗന്ദര്യത്തെ കണ്ട് സൗന്ദര്യത്തിൽ ആകൃഷ്ടനായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദിനോട് വിവാഹമോചനം ചെയ്യാൻ പറയുകയും അങ്ങനെ ആ വിവാഹമോചനം ചെയ്തതിന് ശേഷം മുഹമ്മദ് നബി സ്വീകരിക്കുകയും ചെയ്തു എന്നാണ് ആരോപണം. ഈ ആരോപണത്തിന് ഒരുപാട് ദുർബലതകളുണ്ട്. ഒന്ന്, ഈ ആരോപണം എന്ന് പറയുമ്പോൾ അത് വെറും ഓറിയന്റലിസ്റ്റുകൾ ഉണ്ടാക്കി കൊണ്ടുവന്ന ആരോപണം അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് മക്കാ മുശ്രിക്കുകൾ തന്നെ പറഞ്ഞുണ്ടാക്കിയതും ആദ്യ കാലഘട്ടത്തിലെ ഇസ്ലാമിക സാഹിത്യങ്ങളിൽ തന്നെ ചിലതിൽ ഉള്ളതുമായ ആരോപണം അതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുക. തീർച്ചയായും ഇസ്ലാമികം എന്ന് പറയുന്ന ചില സാഹിത്യങ്ങളിൽ തന്നെ ഈ പ്രവാചകന് എതിരെയുള്ള ഓറിയന്റലിസ്റ്റുകൾ ഇന്ന് പറഞ്ഞുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആരോപണത്തിന് നിമിത്തമായ ചില സംഭവങ്ങൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ആ സംഭവങ്ങൾ അതീവ ദുർബലമാണ്, ഒരിക്കലും ഉണ്ടായിട്ടുള്ളതല്ല. ഒന്ന്,
സൈനബിന്റെ സൗന്ദര്യം, അമ്മായിയുടെ മകളാണ് അവർ. പ്രവാചകന് കാണാൻ 37 വയസ്സ് വരെ മിനിമം പ്രവാചകൻ അവരെ വിവാഹം ചെയ്യുന്ന സമയത്ത് 37 വയസ്സ് അവർക്കായിട്ടുണ്ടാകണം. 37 വയസ്സ് വരെ വേണ്ടി വന്നു എന്ന് വിചാരിക്കുന്നതിൽ ഒരു ന്യായവുമില്ല. പ്രവാചകന്റെ അമ്മായിയുടെ മകളായ അവരെ കാണുകയും അറിയുകയും മനസ്സിലാക്കുകയും എല്ലാം ചെയ്തിട്ട് തന്നെയാണ് സെയ്ദുമായുള്ള വിവാഹത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ നിർബന്ധിച്ചത്, അവരെ പ്രേരിപ്പിച്ചത്. 2, ഒരു സൈനബിന്റെ സൗന്ദര്യത്തെ ആസ്വദിക്കണമെന്ന് ആഗ്രഹമുള്ള വ്യക്തിയായിരുന്നു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്കിൽ മക്കയിലെ അന്നുള്ള സാമൂഹ്യ സമ്പ്രദായം അനുസരിച്ച് പ്രവാചകന് മറ്റാരും വിവാഹം ചെയ്യാതെ തന്നെ സൈനബിന്റെ മാതാപിതാക്കൾ അവരെ വിവാഹം ചെയ്തു കൊടുക്കുമായിരുന്നു. ഒരു സംശയവുമില്ല. എന്തുകൊണ്ടെന്നാൽ പ്രവാചകൻ അന്ന് ബഹുഭാര്യത്വം സാർവത്രികമായിരുന്നു. ഒപ്പം തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. പ്രവാചകന്റെ അനുയായി കൂടിയാണ് സൈനബ്. അപ്പോ അങ്ങനെ ഒരു ലൈംഗികത ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു സൈനബിന്റെ വിവാഹത്തിലൂടെ അദ്ദേഹം ആഗ്രഹിച്ചത്. അതാണെങ്കിൽ അതുണ്ടാവുക എപ്പോഴാ? മറ്റൊരാൾക്ക് വിവാഹം ചെയ്യുന്നതിന് മുൻപാണ്. മറ്റൊരാൾക്ക് വിവാഹം ചെയ്ത് ഞാനൊരു പെൺകുട്ടിയെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ തന്നെ മുൻകൈയെടുത്തിട്ട് ആ പെൺകുട്ടിനെ വേറൊരു കല്യാണം നടത്തിക്കുന്നു. എന്നിട്ട് കുറെ കാലം അവർ ജീവിച്ചതിന് ശേഷം ഒരു ദിവസം ഞാൻ അയാളോട് വിവാഹമോചനം ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ വിവാഹം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ പുരുഷ ലൈംഗികതയെ കുറിച്ച് ABCD എങ്കിലും അറിയാവുന്ന ആരും പറയും ഒരാണും അതിന് തയ്യാറാകൂല. അങ്ങനെ ഒരു ലൈംഗിക ആഗ്രഹമാണെങ്കിൽ അമ്മായിയുടെ മകളായ അവരെ ആദ്യം തന്നെ കന്യകയായി തന്നെ പ്രവാചകന് കിട്ടുമായിരുന്നു. ആ പ്രവാചകനാണ് അവരെ പ്രേരിപ്പിച്ചിട്ട് സെയ്ദിന് വിവാഹം ചെയ്തു കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ വാദങ്ങൾ അടിസ്ഥാനരഹിതമാണ്. എന്നാൽ എന്താണ് സംഭവിച്ചത്? സെയ്ദ് റളിയല്ലാഹു അൻഹുവും സൈനബുമായുള്ള വിവാഹബന്ധം മുന്നോട്ട് പോയില്ല. ഞാൻ പറഞ്ഞല്ലോ, സൈനബിന് ആദ്യം തന്നെ സെയ്ദിനെ ഇഷ്ടമല്ല. പക്ഷേ പ്രവാചകന്റെ പ്രചോദനം വഴി സെയ്ദിനെ ഇഷ്ടപ്പെടുകയും അങ്ങനെ വിവാഹത്തിൽ ഏർപ്പെടാൻ സമ്മതിക്കുകയാണ് ചെയ്തത്. ഖുറൈശി സമ്പ്രദായം അനുസരിച്ച് ഉയർന്ന തറവാടുകാരിയായ അവർ, സുന്ദരിയായ അവർ, അവരുടെ വീക്ഷണത്തിൽ വിരൂപനായ അടിമയായ കറുത്തവനായ സെയ്ദ്, ഇവരാണ് വിവാഹിതരായത്. റസൂലുള്ളാഹി അതുകൊണ്ട് ഉദ്ദേശിച്ചത് ഈ അഹങ്കാരങ്ങൾക്ക് മുഴുവനും അവസാനം കുറിക്കാനായിരിക്കണം, മാതൃകാപരമായ ഒരു വിവാഹമായിരിക്കണം. പക്ഷേ വൈവാഹിക ജീവിതത്തിൽ ആദർശത്തോടൊപ്പം തന്നെ മറ്റു മാനസികമായ പൊരുത്തം ഉണ്ടാവണമല്ലോ. ആ പൊരുത്തക്കേട് സംഭവിച്ചു. അവർ വിവാഹമോചനത്തിന് സന്നദ്ധമായി വിവാഹമോചനം നടന്നു. ഈ സമയത്താണ് ഇസ്ലാം അള്ളാഹു തീരുമാനിക്കുന്നത് മക്കയിൽ ഉണ്ടായിരുന്ന 2 ദുഷിച്ച സമ്പ്രദായങ്ങൾ നിർത്തലാക്കാൻ. പരിശുദ്ധ ഖുർആനിലെ 33-ാം അധ്യായം സൂറത്ത് അഹ്സാബിലെ 4ഉം 5ഉം വചനങ്ങൾ വായിച്ചാൽ നമുക്കത് മനസ്സിലാകും. ആയത്ത് ആരംഭിക്കുന്നത് തന്നെ മനുഷ്യർക്കാർക്കും അള്ളാഹു 2 ഹൃദയങ്ങൾ നൽകിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. 2 വ്യക്തിത്വങ്ങൾ മനുഷ്യർക്കില്ല. ഒന്നാമതായി ഖുർആൻ നിരോധിക്കുന്നത് ലിഹാർ എന്നറിയപ്പെടുന്ന സമ്പ്രദായമാണ്. ലിഹാർ എന്ന് പറഞ്ഞാൽ ഭർത്താവ് തന്റെ ഭാര്യയിൽ ഇഷ്ടക്കേട് തോന്നിയാൽ അന്ന് പറയും, നീ എന്റെ ഉമ്മാന്റെ മാതിരിയാണ്. അതോടുകൂടി അവൾ ഉമ്മയെ പോലെയായി, പിന്നെ അവളുമായി ബന്ധപ്പെടാൻ പാടില്ല. പിന്നെ അവൾക്ക് അവളെ വിവാഹമോചനം ചെയ്തിട്ട് വേറെ ആർക്കെങ്കിലും കല്യാണം കഴിച്ചു കൊടുക്കും, അതുമില്ല, ഉമ്മാന്റെ മാതിരിയാണല്ലോ. ഉമ്മാന്റെ മാതിരിയാണ് എന്ന് പറഞ്ഞ് ലിഹാർ നടത്തുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. പടച്ചോൻ പറഞ്ഞു പരിശുദ്ധ ഖുർആനിലൂടെ 33-ാമത്തെ അധ്യായത്തിലെ 4-ാമത്തെ വചനത്തിലൂടെ, പാടില്ല അത്. നിങ്ങളല്ല നിങ്ങളുടെ ഉമ്മയെ തീരുമാനിക്കുന്നത്, നിങ്ങളല്ല നിങ്ങളുടെ ഉമ്മയെ തീരുമാനിക്കുന്നത്, മറിച്ച് പടച്ചവനാണ്. ആ പടച്ചവൻ തീരുമാനിച്ച പ്രകാരം നിങ്ങൾക്കൊരു ഉമ്മയുണ്ട്. നിങ്ങൾ വേറെ ഏതെങ്കിലും സ്ത്രീകളെ ഉമ്മയാണ് എന്ന് പറഞ്ഞതുകൊണ്ട് അവർ ഉമ്മയാവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഹറാമാവുകയില്ല. അവിടെ ഒന്നാമത്തെ ആചാരം അന്ന് നിലനിൽക്കുന്ന സമ്പ്രദായമില്ലായ്മ ചെയ്തു. ഉമ്മയെ തെരഞ്ഞെടുക്കുവാൻ വ്യക്തികൾക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് പ്രഖ്യാപിക്കുക വഴി. എനിക്കിഷ്ടപ്പെട്ട ഒരാളെ ഉമ്മയാക്കാൻ പറ്റൂല എന്നർത്ഥം. അതേപോലെ 2ാമത്തെ ദുഷിച്ച സമ്പ്രദായമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇഷ്ടപ്പെട്ട ആളുകളെ സ്വന്തം മക്കളാക്കുന്ന സമ്പ്രദായം ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അത് ദത്തുപുത്ര സമ്പ്രദായം. തീർച്ചയായും ദത്തുപുത്ര സമ്പ്രദായവും ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ ദുഷിച്ചൊരു സമ്പ്രദായമാണ്. എന്തുകൊണ്ടെന്നാൽ എന്റെ മകനെ തീരുമാനിക്കാൻ എനിക്ക് അവകാശമില്ല, അള്ളാഹു എനിക്ക് മകനെ തരുന്നതാണ്.
എന്റെ ബയോളജിക്കലായ ജീവശാസ്ത്രപരമായ രക്തബന്ധത്തിലുള്ള മകൻ എനിക്ക് എന്റെ ഇണയിൽ ജനിച്ച മകനേയാകൂ, മറ്റൊരാളും എന്റെ മകനാവില്ല. എന്നാൽ അറബികൾക്കിടയിൽ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു, എന്താ ഇപ്പോൾ ഉള്ളതുപോലെ ഇവൻ എന്റെ മകനാണെന്നാണ് തീരുമാനിക്കുക, എന്നിട്ട് അത് പ്രഖ്യാപിക്കുക, പിന്നെ അവൻ മകനായിട്ടാണ് അറിയപ്പെടുക. അതോടുകൂടി എല്ലാ രൂപത്തിലുള്ള മകനുള്ള അവകാശങ്ങളും എല്ലാം കടന്നു വരും. ഇസ്ലാം പറഞ്ഞു പാടില്ല. നിങ്ങൾക്ക് ഒരാളെ, ഒരു അനാഥനെ സഹായിക്കാം, നിങ്ങൾക്ക് അയാളെ മകനെ പോലെ സഹായിക്കാം, മകനെ പോലെ വളർത്തിക്കൊണ്ടുവരാം. പക്ഷേ അവന്റെ ഏറ്റവും അടിസ്ഥാനപരമായ അവകാശം അവന്റെ വേരിനെ കുറിച്ച് അറിയാനുള്ള അവകാശമാണ്. വേരെന്താണ്? സ്വന്തം മാതാപിതാക്കൾ അറിയാനുള്ള അവകാശപാട്, അവരുടെ പേരിൽ അറിയപ്പെടാനുള്ള അവകാശപാട്. എന്റെ പിതാവ് ആരാണോ അയാളുടെ പേരിൽ തന്നെ ഞാൻ അറിയപ്പെടണം. എന്തുകൊണ്ടെന്നാൽ അത് പടച്ചവന്റെ നിശ്ചയപാട്. അതുകൊണ്ട് തന്നെ ദത്തുപുത്ര സമ്പ്രദായം നിർത്തലാക്കാൻ ഇസ്ലാം തീരുമാനിച്ചപ്പോൾ ആ തീരുമാനം നടപ്പാക്കാൻ വേണ്ടി പ്രവാചകനെ തന്നെയാണ് അള്ളാഹു തെരഞ്ഞെടുത്തത്. അതിന് കാരണമുണ്ട്. നിലനിൽക്കുന്ന ഒരു ദുഷിഷ്ട സമ്പ്രദായം പ്രവാചകന്റെ മാതൃകയിലൂടെ അല്ലാതെ നടപ്പാക്കിയാൽ ആ സമ്പ്രദായം അത്ര ശക്തമായി നടപ്പാക്കപ്പെടുകയില്ല. എന്ന് പറയാൻ കാരണം ദത്തുപുത്ര സമ്പ്രദായത്തെ അവസാനിപ്പിക്കുക വഴി ഒരു നിയമപരമായ ഇടപെടലിന് പകരം അവിടെ ഒരു പ്രായോഗികമായ ഇടപെടൽ ഉണ്ടാകേണ്ടതുണ്ട്. ആ പ്രായോഗികമായ ഇടപെടലിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെരഞ്ഞെടുത്തു അല്ലാഹു. അതെന്താ? സെയ്ദ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ ദത്തുപുത്രനായി അറിയപ്പെട്ടിരുന്നയാളാണ്. പ്രവാചകന്റെ വൃദ്ധനായിട്ട് വീട്ടിൽ വന്ന് പ്രവാചകനോടൊപ്പം ജീവിച്ചത് കൊണ്ട് സെയ്ദിന് അറിയപ്പെട്ടിരുന്ന സെയ്ദ് ബിൻ മുഹമ്മദ് എന്നാണ് പ്രവാചകന്റെ ദത്തുപുത്രനായി. അവർ വിവാഹമോചനം ചെയ്ത സ്ത്രീയെ പ്രവാചകൻ മുഹമ്മദ് നബി തന്നെ വിവാഹം ചെയ്യണമെന്ന് അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടായി. എന്തുകൊണ്ട്? ദത്തുപുത്ര സമ്പ്രദായത്തിന്റെ വേര് അതോടുകൂടി അറുക്കപ്പെടുകയാണ്. സ്വന്തം പുത്രന്റെ ഭാര്യയെ വിവാഹം ചെയ്യാൻ ഒരാൾക്കും അനുവാദമില്ല ഇസ്ലാമിൽ. എന്നാൽ ദത്തുപുത്രനായി അറിയപ്പെട്ട ഒരു മനുഷ്യന്റെ ഭാര്യയെ വിവാഹം ചെയ്യുന്നതോടുകൂടി സ്വന്തം പുത്രനായി ദത്തുപുത്രൻ അറിയപ്പെടുന്ന അവസ്ഥാവിശേഷത്തിന്റെ അടിവേരാണ് അറുക്കുന്നത്. ഈ തീരുമാനം നടപ്പാക്കാൻ പ്രവാചകനോട് അള്ളാഹു വഹി നൽകി. പരിശുദ്ധ ഖുർആനിൽ അല്ലാതെയുള്ള വഹി റസൂൽ അത് മറച്ചു വെക്കാൻ കാരണമുണ്ട്. നമുക്കറിയാം, ആദർശത്തിന് വേണ്ടി ജീവൻ വെടിയാൻ ആളുകൾ സന്നദ്ധരായ ഒരുപാട് ആളുകളെ നമുക്കറിയാം. ആദർശത്തിന് വേണ്ടി സമ്പത്ത് ചെലവഴിച്ച ആളുകളെ നമുക്കറിയാം. ആദർശത്തിന് വേണ്ടി അധികാരം വെടിഞ്ഞ ആളുകളെ ചരിത്രത്തിൽ ഒരുപാടുണ്ട്. പക്ഷേ ഒരാദർശം നടപ്പാക്കാൻ വേണ്ടി സ്വന്തം അഭിമാനത്തെ ബലി കൊടുക്കണമെന്ന് പറഞ്ഞാൽ അത് കഴിയില്ല എല്ലായ്പ്പോഴും ആർക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അല്ലാഹു ആവശ്യപ്പെട്ടത് അതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു, മക്കയിലെ മുശ്രിക്കുകൾക്ക് ഒരു എതിരഭിപ്രായമില്ല, ഒരു അധാർമിക പ്രവർത്തനം നടത്തു എന്ന്. മദീനയിലെ പ്രവാചകന്റെ ശത്രുക്കളായ ജൂതന്മാർക്ക് ഒരു എതിരഭിപ്രായമില്ല, ഒരു അധാർമികത ചെയ്തു എന്ന്. പക്ഷെ അവരെല്ലാവരും സ്വന്തം മകന്റെ ഭാര്യയെ വിവാഹം ചെയ്യുന്നത് വെറുക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു അഭിമാനത്തെ ബലി കൊടുക്കണമെന്ന് പറഞ്ഞാൽ അത് കഴിയില്ല എല്ലായ്പ്പോഴും ആർക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അല്ലാഹു ആവശ്യപ്പെട്ടത് അതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു, മക്കയിലെ മുശ്രിക്കുകൾക്ക് ഒരു എതിരഭിപ്രായമില്ല, ഒരു അധാർമിക പ്രവർത്തനം നടത്തു എന്ന്. മദീനയിലെ പ്രവാചകന്റെ ശത്രുക്കളായ ജൂതന്മാർക്ക് ഒരു എതിരഭിപ്രായമില്ല, ഒരു അധാർമികത ചെയ്തു എന്ന്. പക്ഷെ അവരെല്ലാവരും സ്വന്തം മകന്റെ ഭാര്യയെ വിവാഹം ചെയ്യുന്നത് വെറുക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു കൽപ്പിച്ചത്, പ്രവാചകരെ, താങ്കൾ സെയ്ദിന്റെ മകന് സെയ്ദ് വിവാഹമോചനം ചെയ്ത് അവരുടെ ഭാര്യയെ വിവാഹം ചെയ്യുക തന്നെ വേണമെന്നാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പുറത്തു പറയാൻ മടിച്ചുകൊണ്ട് മറച്ചു വെച്ചു. അത് വ്യക്തിപരമായ വഹിയായിരുന്നു. അള്ളാഹു അവിടെ ഇടപെടുകയാണ്. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ തന്നെ അവതരിപ്പിച്ചു, പ്രവാചകരെ, താങ്കൾ മനസ്സിൽ മറച്ചു വെച്ചത് ഇതാ ഞാൻ വെളിപ്പെടുത്താൻ പോകുന്നു. അള്ളാഹുവിന്റെ തീരുമാനം ഇതാണ്. അള്ളാഹുവിന്റെ തീരുമാനം നിങ്ങൾ മാനത്തിന്റെ പേരിൽ, അഭിമാനത്തിന്റെ പേരിൽ ആ തീരുമാനം നടപ്പാക്കാതിരിക്കാൻ നിങ്ങൾക്ക് പാടില്ല. എന്തുകൊണ്ടെന്നാൽ അള്ളാഹു താങ്കളിലൂടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഈ ദുഷിച്ച പ്രവർത്തനം അവസാനിപ്പിക്കാൻ വിചാരിക്കുന്നു.
അതോടുകൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആനായത്ത് അവതരിപ്പിക്കപ്പെട്ടാൽ പ്രവാചകൻ അത് ജനങ്ങൾക്ക് ഓതിക്കൊടുത്തേ മതിയാകൂ. പ്രവാചകൻ അത് ഓതിക്കൊടുത്തു, വിവാഹം നടന്നു. സ്വാഭാവികമായി അന്ന് മുതൽക്കുള്ള ഇന്ന് വരെയുള്ള വിമർശനങ്ങൾ തുടരുന്നു. ഇവിടെ ഒരാദർശം നടപ്പാക്കുന്നതിന് വേണ്ടി സ്വന്തം ആത്മാഭിമാനത്തെ ബലി കൊടുക്കുവാൻ പ്രവാചകനോടുള്ള കൽപ്പനയാണ് നമ്മൾ കാണുന്നത്. ചരിത്രത്തിലെ അതുല്യമായ കൽപ്പനയും അതുല്യമായ നടപ്പാക്കലും. ഇനി നമ്മൾ ചോദിക്കേണ്ടത്, സൈനബിന്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടമായി കൊണ്ട് മാത്രമാണ് പ്രവാചകൻ വിവാഹം ചെയ്തതെങ്കിൽ സ്വന്തം അഭിമാനം നമ്മൾ മനസ്സിലാക്കണം. 50കളുടെ അവസാനത്തിലാണ് ആ വിവാഹം നടക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 55 വയസ്സ് വരെ അല്ലെങ്കിൽ 56 വയസ്സ് വരെ പ്രവാചകൻ വളർത്തിക്കൊണ്ടുവന്ന ആ നല്ല പേര് ഒരു പെണ്ണിന്റെ സൗന്ദര്യം ആസ്വദിക്കുവാൻ വേണ്ടി മാത്രം അത് കളഞ്ഞു കുളിക്കും എന്ന് വിചാരിക്കുവാൻ എന്ത് ന്യായമാണുള്ളത്? ആ ന്യായമില്ല എന്ന് ഞാൻ പറയുന്നത് അന്നത്തെ സമ്പ്രദായം കൂടി മനസ്സിലാക്കിക്കൊണ്ടാണ്. എന്തുകൊണ്ടെന്നാൽ പ്രവാചകൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ആയിഷ റളിയല്ലാഹു അൻഹയെ വാർദ്ധക്യത്തിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ 53 വയസ്സ് കഴിഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കേവലം കന്യകയായ 9 വയസ്സുകാരിയെ വിവാഹം ചെയ്തു കൊടുക്കാൻ സന്നദ്ധമായ ഒരു ആദർശ സമൂഹം അവിടെയുള്ള അന്നത്തെ ഒരു സാഹചര്യത്തിൽ, പ്രവാചകൻ മാത്രമല്ല ആ സമ്പ്രദായം ഒന്ന് വ്യാപകമായിരുന്നു, അത് വേറൊരു വിഷയമാണ്. അന്നത്തെ ഒരു സമ്പ്രദായത്തിൽ മറ്റൊരാൾ വിവാഹം ചെയ്ത് ഒഴിവാക്കിയ ഒരു പെണ്ണിനെ വിവാഹം ചെയ്തുകൊണ്ട് സ്വന്തം ആത്മാഭിമാനത്തെ കളങ്കപ്പെടുത്താൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്നദ്ധമാകുമോ? ഇല്ല എന്നാണ് സത്യം. മാത്രവുമല്ല, പരിശുദ്ധ ഖുർആനിൽ അത്തരം ഒരു വചനം ഇറങ്ങുന്ന അവസ്ഥയുണ്ടാകുമോ? എന്തുകൊണ്ടെന്നാൽ പരിശുദ്ധ ഖുർആൻ ദൈവികമല്ല എന്ന് വാദിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ എഴുതിയുണ്ടാക്കിയതാകണം അത്. അവസാന നാൾ വരെയുള്ള മുഴുവൻ മുസ്ലിങ്ങളും പ്രവാചകന്റെ ഈ അധാർമികതയെ അവരുടെ വീക്ഷണത്തിൽ പറഞ്ഞാൽ ആവർത്തിച്ച് സ്മരിക്കുന്ന രൂപത്തിലുള്ള ഒരു വചനം പരിശുദ്ധ ഖുർആനിൽ എഴുതി ചേർക്കുന്ന അവസ്ഥയുണ്ടാകുമോ? പ്രവാചകനോട് പറഞ്ഞാൽ മതി, ആയിഷയുടെ വിവാഹത്തെ കുറിച്ച് ഖുർആനിൽ ഒരു വചനമില്ല, മറ്റുള്ള വിവാഹങ്ങളെ കുറിച്ച് ഖുർആനിൽ ഒരു വചനമില്ല. പക്ഷേ സൈനബിന്റെ വിവാഹത്തെ കുറിച്ച് റളിയല്ലാഹു അൻഹും അവരുടെ വിവാഹത്തെക്കുറിച്ച് മാത്രം പ്രത്യേകമായി പരിശുദ്ധ ഖുർആനിൽ പരാമർശമുണ്ടായി. എന്തുകൊണ്ട്? ഞാൻ നേരത്തെ പറഞ്ഞതാണ് കാരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ആത്മാഭിമാനത്തെ ബലി കൊടുത്തുകൊണ്ട് തന്നെ അള്ളാഹു പഠിപ്പിച്ച ഒരു ആദർശത്തെ പ്രയോഗവൽക്കരിച്ച് സമൂഹത്തിന് കാണിച്ചു കൊടുക്കേണ്ടതുണ്ടായിരുന്നു. അത് ചരിത്രത്തിൽ അതുല്യമായ ബലിയാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചത് സൈനബിന്റെ വിവാഹത്തിലൂടെ. ഇതാണ് സംഭവം. ഇതിനെയാണ് മുറിച്ചെടുത്ത് പ്രവാചകനെ സ്ത്രീലമ്പടനാക്കി മാറ്റിയത്. എത്ര ഹീനമായ കൃത്യം!